നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തു പക്ഷെ അതിന് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാൽ 10, 15, 50 വ്യൂസ് മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിന് ശേഷം വ്യൂസ് വരുമോ ഇല്ലെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇംപ്രഷൻ എത്ര പോയിട്ടുണ്ട്, അതിന്റെ ടൈറ്റിൽ ശരിയാണോ, തംബ്നെയിൽ ശരിയാണോ എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. 24 മണിക്കൂർ കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, വ്യൂസ് വരാത്ത വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ വ്യൂസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കണം. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ തന്നെ ഓൾറെഡി കാണിച്ചു തരാണ്, ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വ്യൂസ് കൂടുതൽ എൻഗേജ്മെന്റിലേക്ക് എത്തിക്കുക, എങ്ങനെയാണ് കൂടുതൽ വ്യൂസ്, ഇപ്പോൾ 10, 50 വ്യൂസ് ഉണ്ടെങ്കിൽ 1K വ്യൂസിലേക്ക് എങ്ങനെ എത്തിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എൻ്റെ ചാനൽ തന്നെ കാണിച്ചു തരാണ്. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോസ്, ഒരു മാസം മുമ്പെല്ലാം അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ല. 300, 400, 600, 50, 96 വ്യൂസ്, 100 പോലും ആയിട്ടില്ല കേട്ടോ. 100 വ്യൂസിന് താഴെയാണ് ഫുള്ള് വീഡിയോസ് ഉള്ളത്. അപ്പോൾ അതിന് ശേഷം ഞാൻ വലിയ മൈൻഡ് ആക്കിക്കൊണ്ടുണ്ടായിരുന്നില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യും, ടെക്സ്റ്റ് കൊടുക്കും, ഹാഷ്ടാഗ് കൊടുക്കും, കീവേഡ് കൊടുക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടാഗും നല്ല അടിപൊളി ടൈറ്റിലും തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ വ്യൂസ് വരുന്നില്ല, വ്യൂസ് വളരെ കുറവാണ്. ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്ന പോകുന്നു, സ്കിപ്പ് ചെയ്തിരിക്കുന്ന പോകുന്നു. അല്ലാതെ ചില സമയത്ത് ആ സ്കിപ്പ് അടിക്കുന്ന പോകുന്ന സമയത്തും നമുക്ക് കൂടുതൽ എൻഗേജ്മെന്റിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഈ വീഡിയോസ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ വ്യൂസ് റേറ്റിംഗ് 1 വന്നിട്ടുണ്ട് കേട്ടോ. റേറ്റിംഗ് 1 വന്നിട്ടുണ്ട്. 1.9K വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ, ഒറ്റ ലോങ് വീഡിയോക്കാണ്. ഇതിന്റെ ഇംപ്രഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇംപ്രഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 26K ഇംപ്രഷൻ കൊടുത്തത് കാണിക്കുന്നുണ്ടാവും. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അയച്ച ആൾക്കാരുടെ ഒരു കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇത്ര ആൾക്കാർക്ക് യൂട്യൂബ് അയച്ചിട്ടുണ്ട്, അതിൽ എത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മളെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ടൈറ്റിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, തംബ്നെയിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ, പോരാ, ഹാഷ്ടാഗും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഹാഷ്ടാഗും തംബ്നെയിലും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വ്യൂസ് കൊണ്ടുവരാം. എന്നാൽ അഥവാ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇതിൽ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് 100 വ്യൂസ് പോലും തികയാത്ത വീഡിയോസ് ഞാൻ രണ്ടാമത് അതേ വീഡിയോസ് റേറ്റിംഗ് 1ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് എനിക്ക് 50 വ്യൂസ് പോലും കിട്ടാത്ത വീഡിയോസ് ആയിരുന്നു കുറച്ച് ദിവസം മുമ്പ്, ഒരു 1 വീക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷെ ഇപ്പം അത് റേറ്റിംഗ് 1ലേക്ക് വന്നിട്ടുണ്ട്, 100ന് മുകളിൽ വ്യൂസ് വന്നിട്ടുണ്ട്. എത്ര ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ്, 20 ഓവേഴ്സ് കേട്ടോ, 20 ഓവേഴ്സ്, 20 മണിക്കൂർ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അഥവാ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത്. പക്ഷേ ഇത് മുമ്പ് ഞാൻ ഒരാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് 66 വ്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമുക്ക് വ്യൂസ് വന്നില്ല എന്നുണ്ടെങ്കിൽ റീ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണോ അത് ശരിയാക്കേണ്ടത് ആ ശരിയായ രൂപത്തിൽ നമുക്ക് റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ വ്യൂസും കൊണ്ടുവരാൻ പറ്റും, റേറ്റിംഗ് 1ലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ 24 മണിക്കൂർ കൊണ്ട് നമ്മളെ വീഡിയോസ് റാങ്കിങ് 1ലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കൂടുതൽ റീച്ചിലേക്ക് പോകുന്നുണ്ടെന്നാണ് അർത്ഥം. ഇപ്പം ഇതിൻ്റെ 20 മണിക്കൂർ മുമ്പുള്ള വീഡിയോസിൻ്റെ റീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇംപ്രഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ജസ്റ്റ് ഇംപ്രഷനിൽ ക്ലിക്ക് ചെയ്യുക, റീച്ചിലേക്ക് ക്ലിക്ക് ചെയ്യട്ടെ. ഇവിടെ 513 ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് പോവുമോ, കൂടുതൽ ആൾക്കാർ കാണുമോ, എത്ര വ്യൂസ് വരും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ തന്നെ പ്രോ ഫീച്ചറിൽ പോയിട്ടുണ്ട്, യൂട്യൂബ് ഫീച്ചറിൽ പോയിട്ടുണ്ട്, ചാനൽ പേജിൽ പോയിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ആയിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഫുള്ള് യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുക്കിംഗ് ചാനലാണെന്ന് വിചാരിച്ചോ, കുക്കിംഗ് ചാനലാണെങ്കിൽ പോലും നിങ്ങൾ വ്യൂസ് ഇല്ലാത്ത വീഡിയോസൊക്കെ രണ്ടാമത് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് എഡിറ്റിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ രണ്ടാമത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതേ വ്യൂസ് കിട്ടും. പക്ഷേ എല്ലാ വീഡിയോസും എടുത്തിട്ട് നിരന്തരമായിട്ട് അങ്ങനെ ചെയ്യരുത്. ഏതെങ്കിലും ഒരു വീഡിയോ, 2 വീഡിയോ, 3 വീഡിയോ, ഏറ്റവും കൂടുതൽ കുറവുള്ള വീഡിയോസ്. ഇപ്പോൾ ഇന്ന് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് വീക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ സ്പോട്ടിൽ ഓരോ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം നിങ്ങളെ വീഡിയോ തയ്യാറാക്കിയതിന് ശേഷം, എഡിറ്റിംഗിൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വീഡിയോന്റെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക. തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് വെണ്ടക്കാക്ഷരത്തിൽ, പിന്നെ ഇമേജ് വലുതാക്കിയിട്ട് ഇമേജ് ഇട്ടിട്ട് അതിനുശേഷം നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയവരായിരിക്കും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഷോട്ടിലും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അഥവാ അങ്ങനെ നിങ്ങൾക്ക് അറിയാനില്ല എന്നുണ്ടെങ്കിൽ, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. കമന്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ എന്നൊന്നും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷൻ ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ശേഷം നമുക്ക്
ഹാഷ്ടാഗ്, കീവേഡ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇതെല്ലാം ChatGPT തരും. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ വീഡിയോ ഇട്ടത് അതിനുള്ള ഹാഷ്ടാഗും കീവേഡ്, ഡിസ്ക്രിപ്ഷന് എല്ലാം കൂടിയിട്ട് നമുക്ക് ChatGPTനോട് മേടിക്കാം. ChatGPTനോട് മേടിക്കേണ്ട എങ്ങനെയാണ്? നമ്മളിപ്പോൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തു. തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ആ തംബ്നെയിൽ എന്ത് ചെയ്യുക? ChatGPT ഓപ്പൺ ചെയ്യുക. ChatGPT ഓപ്പൺ ചെയ്തതിന് ശേഷം ChatGPT ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ChatGPT പോവാം. ഫോട്ടോ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണിക്കുന്നുണ്ടാവും. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇമേജ്, ക്യാമറ, ഫയൽ എന്നിട്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തംബ്നെയിൽ ഇവിടെ ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് തംബ്നെയിൽ ഇട്ട് കൊടുക്കുക. ChatGPTക്ക് തംബ്നെയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പറയുക ടൈറ്റിൽ. ഓക്കെ, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് മലയാളത്തിൽ വേണം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി ടൈറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്താണ് നമുക്ക് തരുന്നത് നോക്കട്ടെ. ഓക്കെ, എന്നാലും നമുക്ക് ടോപ്പ് ഹൈ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടില്ല, ഞാൻ മറന്നുപോയി കേട്ടോ. അത് മിസ്സിക്ക് ആയിപ്പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓൾറെഡി ChatGPT മനസ്സിലാക്കി നമുക്ക് ടൈറ്റിൽ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ടൈറ്റിൽ തന്നിട്ടുള്ളത്? ടോപ്പ് ടൈറ്റിൽ ഹൈ CTR. ഹൈ CTR എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ CTR കിട്ടും. ഈ ChatGPT എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ വീഡിയോസും യൂട്യൂബിലെല്ലാം പോയി സെർച്ച് ചെയ്ത് എടുത്തിട്ട് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഈ തംബ്നെയിൽ, ഇതുപോലെ തംബ്നെയിൽ ഇട്ട ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എന്ത് ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ക്ലിക്ക് ബൈറ്റ്, ഏറ്റവും കൂടുതൽ റീച്ചിലേക്ക് പോയിട്ടുള്ള ഏത് ടൈറ്റിലാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ടൈറ്റിൽ തരിക. പക്ഷേ അതേ ടൈറ്റിൽ ആയിരിക്കില്ല നമുക്ക് തരുന്നത്, വേറൊരു ടൈറ്റിലായിരിക്കും. ആ രൂപത്തിൽ സെയിം ഉള്ള ടൈറ്റിലായിരിക്കും നമുക്ക് തരുന്നുള്ളത്. അപ്പോൾ 4000 വാച്ചിങ് അവേഴ്സ് വേണോ, ഇതുപോലെ വീഡിയോ ചെയ്താൽ മതി എന്നാണ് ഒരു ടൈറ്റിൽ. രണ്ടാമത് യൂട്യൂബ് മോണിറ്റൈസേഷൻ 4000 വാച്ചിങ് അവേഴ്സ് ഈസി ട്രിക്ക് മലയാളം. ഇതുപോലെ നമുക്ക് കുറേ ടൈറ്റിൽ തന്നിട്ടുണ്ടാവും. യൂട്യൂബ് അവേഴ്സ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഓൾറെഡി 2 ദിവസം കൊണ്ട് വാച്ചിങ് അവേഴ്സ് കൂട്ടാൻ ട്രിക്ക് ഉപയോഗിക്കൂ. ഇത് കുറച്ച് റോങ് ആയിപ്പോയി. അങ്ങനെ ഏതെങ്കിലും ഒരു ടൈറ്റിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റിൽ, റോങ് അല്ല എന്നുള്ള തോന്നുന്ന ടൈറ്റിലുകൾ, നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ടൈറ്റിലുകൾ എടുക്കാം. ഇവിടുന്ന് കോപ്പി എടുക്കാം. ഇവിടുന്ന് കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ പോകേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക്. നമുക്ക് യൂട്യൂബ് നോർമൽ സാധാരണ യൂട്യൂബിലേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ സാധാരണ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലേ, അതിലേക്ക് യൂട്യൂബിലേക്ക് പോകാം. യൂട്യൂബിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പ്ലസ് ബട്ടണിൽ അമർത്താം. അതിന് ശേഷം നമുക്ക് ലോങ് വീഡിയോ ആണ് ഇടേണ്ടത്. ലോങ് വീഡിയോ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഏത് ലോങ് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്, ഞാൻ ഓൾറെഡി ഈ ലോങ് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടൈറ്റിൽ ഇടേണ്ട എവിടെയെന്ന് കുറേ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. ടൈറ്റിൽ എന്താണ് എന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ടൈറ്റിൽ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ പബ്ലിക് എന്നുള്ളത് അൺലിസ്റ്റഡ് ആക്കി വെക്കാം. നിങ്ങൾ ഓൾറെഡി പബ്ലിക് ആണോ എന്നുള്ളതെന്ന് നോക്കുക, ശ്രദ്ധിക്കുക. അതിനുശേഷം അൺലിസ്റ്റഡ് ആക്കി വെക്കാം. ഇവിടെ ഈ ടോപ്പിൽ പെൻസിൽ ബട്ടൺ കാണിക്കുന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മുടെ പേജ് ഓൾറെഡി ഫയലിലേക്ക് പോകും. ഇവിടെ ഓൾറെഡി തംബ്നെയിൽ ഇട്ട് കഴിഞ്ഞു. തംബ്നെയിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഡെന്ന് കൊടുക്കാം. ഡെന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും തംബ്നെയിലും റെഡി, ടൈറ്റിലും റെഡി. ഇത് രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? അതിന് ശേഷം പോകേണ്ടത് ടൈറ്റിൽ ഉണ്ടല്ലോ, നമ്മൾ എടുത്ത ടൈറ്റിൽ. അതേപോലെ ഇവിടുന്ന് ഒന്നും ചെയ്യാണ്ട് ബാക്ക് പോവാം. ഓക്കെ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്ക് പോയിട്ട് ChatGPTക്ക് നമ്മൾ കൊടുത്ത ടൈറ്റിൽ ഇടാം. ഓക്കെ, നമ്മൾ കൊടുത്ത ടൈറ്റിൽ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഹാഷ് ഇട്ട് കൊടുക്കാം. ഹാഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ടാഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ താഴത്തെ ടാഗ് ഇത്രമാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആ ടൈറ്റിൽ കൊടുത്തു ടാഗ് എന്ന് കൊടുക്കാം, ഹാഷ് ടാഗ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്താണോ ഓൾറെഡി ടൈറ്റിലും തംബ്നെയിലും കൊടുത്തത്, അതേ നമുക്ക് അതിനെ പറ്റിയുള്ള മാത്രം ടാഗുകൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ ChatGPT. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി ഇതിൽ കുറേ ഹാഷ് ടാഗുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടാവും പ്രോ ടിപ്സ്. ഓക്കെ, പ്രോ ടിപ്സ്, വാച്ചിങ് ഓവേഴ്സ്. ഇത് മെയിനായിട്ട് കൊടുക്കേണ്ട കാര്യമാണെന്നാണ് പറയുന്നത്. 4000 വാച്ചിങ് ഓവേഴ്സ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. യൂട്യൂബ് മോണിറ്റൈസേഷൻ അതും യൂസ്ഫുള്ളാണ് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ 4000 വാച്ചിങ് ഓവേഴ്സ് എന്നുള്ള ടൈറ്റിൽ ഒന്ന് എടുക്കാം. ഏതെങ്കിലും ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ടാബിലേക്ക് പോവുക. രണ്ടാമത് ഡയറക്റ്റ് അവിടെ തന്നെ പോകാൻ പറ്റും നമുക്ക്. അതിനുശേഷം ഇവിടെ ഷോ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൾട്ടർനേറ്റ് കണ്ടന്റ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും കേട്ടോ. ആൾട്ടർനേറ്റ് കണ്ടന്റ് ടാഗ്സ്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആഡ് ടാഗ്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ടാഗ് നമ്മൾ ആദ്യം കൊടുത്ത ടാഗ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴത്ത് ആരോ മാർക്ക് കാണിക്കുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാഗ് അവിടെ സെറ്റായി. നമ്മൾ ഒന്നിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാഗ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരത്തില്ല. നമുക്ക് ഒന്നിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കരുത്, ഒന്നൊന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്.
ഇവിടെ ടാഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിനിമം ഒരു 5-6 ടാഗ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിനായിട്ട് താഴത്ത് കൂടുതൽ ടാഗ് കൊടുത്തുവിടാം, 10-20 ടാഗ് കൊടുത്തുവിടാം കേട്ടോ. അത്ര ടാഗ് കൊടുക്കരുത്. അപ്പൊ ടാഗ് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടാഗ് വേണം. മുമ്പൊക്കെ അങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുള്ളത്. മുമ്പ് ചെറിയ ചെറിയ ടാഗുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ലോങ് ടാഗാണ് കൊടുക്കേണ്ടത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ ടാഗാണ് ഓൾറെഡി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വാച്ചിങ് അവേഴ്സ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് രണ്ടാമത് ChatGPT-യിലേക്ക് തന്നെ പോവുക. രണ്ടാമത് അവിടെ തന്നെ ബാക്ക് പോകാം. ബാക്ക് പോയിട്ട് യൂട്യൂബ് മോണിറ്റേഷൻ നിന്ന് ഇത് ടാഗും കൂടി നമുക്ക് ഇടുന്ന എടുക്കാം. ഓക്കെ, കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നമുക്കിവിടെ അതും കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ടാഗും കൂടി അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ടാഗ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. യൂട്യൂബ് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടാഗുകൾ നമ്മൾ യൂട്യൂബിൽ ഈ നമ്മൾ കണ്ടന്റുമായിട്ട് എന്താണോ സെയിം ഉള്ളത്, സിമിലാരിറ്റി ഉള്ളത്, ആ ടാഗ് മാത്രം കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ യൂട്യൂബ് ടിപ്സ് ചാനൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ നിങ്ങൾ ബിരിയാണി എന്നാണെങ്കിൽ ബിരിയാണിനെ കുറിച്ചിട്ടായിരിക്കും ടാഗ് വരിക. അപ്പം നിങ്ങൾ എന്താണോ വീഡിയോ ഇടുന്നത് ആ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള ടാഗ് മാത്രം കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ യൂട്യൂബ് മലയാളം യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്, ഗ്രോത്ത് എന്ന് വന്നിട്ടുണ്ട്, യൂട്യൂബ് ട്രിക്സ് എന്ന് വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ടാഗുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഏതാണോ ടാഗ് വേണ്ടത് ആ ടാഗ് എടുത്തിട്ട് ഇവിടുന്ന് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടാമത് 3 ടാഗ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 ടാഗ് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ടാഗ് കൊടുക്കാം. ഇത്ര മാത്രം കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ ടാഗ് കൊടുക്കണമെന്ന് ആവശ്യമുള്ളത് ആ ടാഗ് കൊടുത്താൽ മതി. കൂടുതലൊന്നും കൊടുക്കരുത്, ഒരു 10-15 ഒന്നും ഇങ്ങനെ ഒന്നും പോരുത്. കുറച്ച് ടാഗ് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് രണ്ടാമത് ChatGPT പോവാം. ChatGPT പോയിട്ട് അതിൻ്റെ താഴെ തന്നെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ #, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതേ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ടാവും കേട്ടോ. വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അൽഗോരിതം ചെയ്യുന്നു എങ്കിൽ ഈ വീഡിയോ മസ്റ്റ് വാച്ചാണ്. അതിൻ്റെ താഴത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് അതേ സ്റ്റൈലിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ലൈൻ, ആദ്യത്തെ ലൈന് നമുക്ക് എന്താണോ പറയാനുള്ളത് അത്, അതിനുശേഷം നമുക്ക് നമ്മളെ സ്റ്റാൻഡ്, നമ്മൾ എന്താണോ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ, അതിൻ്റെ താഴത്ത് സ്മോൾ ക്രിയേറ്റേഴ്സ് വരെ യൂസ്ഫുള്ളായ ടിപ്സുകൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇനി ടൈം കളയണ്ട, വീഡിയോ ഉപയോഗിച്ച് ഇങ്ങനത്തെ കുറേ ടാഗുകൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനുള്ള #ും കൂടി കുറച്ച് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള #കൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട ഇതും കൂടി തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ടാഗുകൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇവിടുന്ന് നേരെ കോപ്പി എടുക്കുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണോ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ആ മാർക്ക് എടുക്കുക. മാർക്ക് എവിടത്തെയാണോ ഡിസ്ക്രിപ്ഷൻ തീരുന്നുള്ളത് അതുവരെയുള്ള കോപ്പി നമുക്ക് ഓൾറെഡി കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് യൂട്യൂബിൽ വരാം. ഇതൊക്കെ സ്പോട്ട് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നുള്ളത്. അതിനുശേഷം ഒരു ആരോ മാർക്ക് ഇവിടെ ഇടാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴത്ത് തന്നിരിക്കുന്ന യൂട്യൂബ് ChatGPT തന്നിരിക്കുന്ന #കൾ ഉണ്ടല്ലോ, ആ #കൾ നമ്മൾ ഓൾറെഡി എടുക്കുക. ഇവിടുന്ന് കോപ്പി എടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചൊരു 4-5 എണ്ണം എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി കേട്ടോ. അല്ല, ഒരു 4-5 തന്നിട്ടുള്ളതെന്ന് അത് മാത്രം എടുത്താൽ മതി. നമുക്കത് നേരെ കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം അതിനായിട്ട് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഫോളോ മീ എന്ന് ഇത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ. അതിന് വേണ്ടിയിട്ടാണ് ChatGPT തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഓൾറെഡി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതിനുശേഷം താഴത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ താഴത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എടുക്കാം, #കൾ എടുക്കുക. അതിനുശേഷം അത് രണ്ടും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്ക്രിപ്ഷനിലെ താഴത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ കൊടുത്തല്ലോ. അതിനുശേഷം താഴത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്പേസ് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഈ വീഡിയോൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവൂ. ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ബാക്ക് പോവാം. ബാക്ക് പോയപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ ഓൾറെഡി വീഡിയോ റെഡി ആയിട്ടുണ്ട്, ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം വാച്ചിങ് ഓവേഴ്സ് ഇതെല്ലാം ഡിസ്ക്രിപ്ഷൻ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ടാഗും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടാഗും കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അൺലിസ്റ്റഡ് ആണെങ്കിൽ അൺലിസ്റ്റഡ് ആക്കിയിട്ട് തന്നെ വെക്കുക. അതിനുശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. എന്നൊരു പ്രാവശ്യം കൂടി അപ്ലോഡ് ചെയ്തതിന് റീയൂസ്ഡ് കണ്ടന്റ് വരും. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് അപ്ലോഡ് ചെയ്തതാണ്. ഇത് ഞാൻ ബാക്കപ്പ് ആണ്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ അല്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഓൾറെഡി അപ്ലോഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യാം. അൺലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉച്ചക്ക് 1 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മണിക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ അതുവരെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കാം. പബ്ലിക് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾ ഏതാണോ വീഡിയോ എടുത്തത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് തന്നെ അപ്ലോഡ് ആയി പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾ ടൈം നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. ടൈം നോക്കേണ്ടത് വെച്ചാൽ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം പബ്ലിക് ആക്കേണ്ടത് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 3 മണിക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ല രാവിലെയാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 8 മണിക്ക് അല്ലാന്നുണ്ടെങ്കിൽ 10 മണിൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 3 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുക. നട്ടുച്ചക്കൊന്നും അപ്ലോഡ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർക്കോ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള ആൾക്ക് കൂടുതൽ പെട്ടെന്ന് വ്യൂസ് വരുന്ന ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. കാരണം അവർക്ക് കൂടുതൽ ഓഡിയൻസ് ഉണ്ട്. ഓഡിയൻസ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു ഓഡിയൻസ് എന്തായാലും ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രശ്നം വരില്ല. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്ക് ഈ ചെറിയ ചെറിയ ചാനലുകൾക്ക് പ്രശ്നമാണ്. ഈ ചെറിയ ചെറിയ ചാനലുകൾക്ക് സബ്സ്ക്രൈബർ കുറവാണ്. സബ്സ്ക്രൈബർ കുറയുന്ന സമയത്ത് ഓഡിയൻസും കുറവായിരിക്കണം. ഈ ഓഡിയൻസ് ഏത് സമയത്ത് ആക്റ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ടൈം നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ഓഡിയൻസ് ഉള്ള ആളാണെങ്കിൽ, ചെറിയ സബ്സ്ക്രൈബർ ഉള്ള ആളാണെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ടൈം നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനേ പറ്റും. എന്നാലും മാത്രമാണ് നമുക്ക് എൻഗേജ്മെന്റ് കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴത്ത് ബെൽ ബട്ടണും കൂടി അമർത്താം. നല്ല അടിപൊളിയായിട്ട് ഒരു കമന്റ് ഇടാം. ഹൈപ്പ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം.